ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷനാണ്. കാരണം ഈ പദ്ധതി നടക്കുന്നില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചതുകൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത് സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനം എടുത്തിട്ടുണ്ട്. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെന്റ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നീക്കം ചെയ്യാം, മഞ്ഞക്കുറ്റികളെല്ലാം മാറ്റും.